കേട്ടോ. അപ്പൊ നമ്മുടെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നല്ലൊരു 21 മുതൽ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പൊ ഇത് ഈ സൺഡേ ആണ് 22. അപ്പൊ നമ്മള് വീട്ടിൽ അനിയത്തി അമ്മയൊക്കെ വന്നപ്പോ നമ്മളൊന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് പോയി നോക്കി. അപ്പൊ അവിടെ പോയപ്പോ അത്യാവശ്യം കുറച്ച് സ്റ്റാളുകളും കുറച്ച് റൈഡുകളും ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളിതാ ഇങ്ങനെ അവിടെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ അധികം അങ്ങോട്ട് ആൾക്കാരൊന്നും ഇത് അറിഞ്ഞു തുടങ്ങിയിട്ടോ വന്നു തുടങ്ങിയിട്ടോ ഒന്നുമില്ല കേട്ടോ. ഇത്രയും തിരക്കുള്ളൂ ഇപ്പൊ അവിടെ. പക്ഷെ പോകെ പോകെ ഓരോ ദിവസവും നല്ല തിരക്കാവാൻ എല്ലാ ചാൻസും ഉണ്ട്. അപ്പൊ ഇതാ ഓരോ റൈഡുകളൊക്കെ ഇപ്പൊ നമ്മളിങ്ങനെ കാണുമായിരുന്നു. അപ്പൊ എന്തൊക്കെയാ അവസ്ഥ, ഞങ്ങൾ ചെന്ന് എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ യാമിക്ക് അതിൽ കയറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ യാമിക്ക് എന്തായാലും ഒരു റൈഡ് കയറട്ടെ എന്ന് ഓർത്ത് യാമിനോട് പറഞ്ഞു. യന്ത്രഊഞ്ഞാലിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ യന്ത്രഊഞ്ഞാലിൽ അവർ കയറാൻ വേണ്ടിയൊക്കെ സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് ബേർഡ്സും ഇങ്ങനെ ഒരു എന്താ പറയുക എക്സിബിഷൻ പോലെ ഇങ്ങനെ ബേർഡ്സും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു ബേപ്പൂർ ഫെസ്റ്റിന്റെ. അതിൽ കണ്ടത് ഇങ്ങനെ മേലെ വയ്ക്കുന്ന പാമ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അതൊക്കെ കാണാന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയത്. പക്ഷെ അതൊന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ യാനി ഫസ്റ്റ് ടൈമാണ് യാനി ഇങ്ങനത്തെ ഒരു സംഭവത്തിന് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ റൈഡ് യാമി കയറാനല്ല, യാമി ആകെ പേടിച്ചോണ്ടാ പോയത്. അപ്പൊ ഞാൻ യാമി എന്നെ പറയും ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു. യാമി കിട്ടാ പറ. അപ്പൊ എന്ത് എക്സ്പീരിയൻസ് ആണ് എന്റെ മോളെ, ഞാൻ എന്താ പറയണ്ടേ, എനിക്ക് അത്രയും പിടി കിട്ടണില്ല. എനിക്ക് അത്രയും വലിയ ടെററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ആ ദിവസം തന്നെ വെറുതെ പോയ മാതിരി എന്നൊക്കെ ഇന്നലെ കയറിയപ്പോ തോന്നി. വെറും വെറുതെ പോയ പോലെ എനിക്ക് തോന്നിയത് ആ യന്ത്രഊഞ്ഞാല് കയറിയപ്പോ. പിന്നെ ഞാൻ ഒറ്റ റൈഡിൽ കയറിയെന്ന് പറഞ്ഞിട്ടില്ല, കാരണം എനിക്ക് ആ പേടി ഇതുവരെ പോയിട്ടില്ല. പിന്നെ ഞാൻ വേഗം ഇറങ്ങി വന്ന് അവസാനം ഞാനൊക്കെ എന്ത് ചെയ്ത് നമ്മളെ റോക്കറ്റിൽ കയറി ഫുള്ളറ് പോലും അതേപോലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, ഇപ്പം പോയിണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ നടക്കണ പോലെ തന്നെയാണ് നമുക്ക് എപ്പോഴും. യാമിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. അത് ഇറങ്ങി വന്ന് കരയണം അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട്. അത്രയ്ക്ക് പേടി കേട്ടോ. ആദ്യം ഞങ്ങൾക്കും പേടിയായിട്ടോ. ആദ്യം ഞങ്ങൾ ഇവളെ പുഷ് ചെയ്താണ് വിട്ടത്. പക്ഷെ പിന്നെ ഇത് അബീന്റെ വരെ കിളി പോയി നിൽക്കുകയാണ്. അപ്പോൾ പേടിച്ചു പോയി. ഞങ്ങൾക്കും പിന്നെ കയറ്റേണ്ടില്ലായിരുന്നു. അവളാകെ പേടിച്ചു. ഇവരാണെങ്കിൽ അറ്റത്ത് പോയിരുന്നു. അപ്പം നന്നായിട്ടത് പൊങ്ങുമ്പോൾ ഏറ്റവും മേലായിട്ട് തോന്നി. ഞാൻ കയറിയില്ല കേട്ടോ, ബുദ്ധിപൂർവ്വം. എനിക്കറിയാം പൈസ കൊടുത്ത് പേടിക്കണ്ട. അപ്പൊ യാമി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പോലും ഈ ചതി വേണ്ടായെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ യാമിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അടുത്ത ഫുഡ് സ്റ്റാളിലൊക്കെ പോയി യാമിക്ക് ഇതാ പൊട്ടറ്റോന്റെ ഈ സംഭവം സ്റ്റിക്ക് നീ പേരിട്ടല്ലേ, പൊട്ടറ്റോന്റെ ഈ സംഭവമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ കോളിഫ്ലവർ ഒന്നും ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ ഗൈസ്. ഇഷ്ടപ്പെട്ട ഐസ്ക്രീമാണ് പിന്നെയും കൊള്ളായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഐസ്ക്രീമിന്റെ സ്റ്റാളിന്റെ ബാക്കിൽ തന്നെയാണ് നമ്മൾ ഇരുന്നുണ്ടായിരുന്നത്. അവിടെ നിന്ന് എല്ലാവർക്കും ഓരോരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. യാമിനോട് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഇരുന്ന് ഐസ്ക്രീം കഴിക്കുകയാണ്. ഞാൻ എൻ്റെ ഐസ്ക്രീം ഞാനിയാണ് ഐസ്ക്രീമിന് അടിയായിരുന്നു. എൻ്റെ വരട്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് ഞാനിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ യാമിനൊന്ന് ആശ്വസിപ്പിക്കണമല്ലോ, അതിനു വേണ്ടി നമ്മൾ ഇതാ ഈ റൈഡിൽ കയറി. ഇത് 50 രൂപയായിരുന്നു, മറ്റതിന് 80 രൂപയാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് ഇങ്ങനെ ഒത്തിരി സമയം തരും, അതിനുള്ളിൽ ഇതിനെല്ലാം കളിക്കാം. അപ്പൊ യാമി ഇങ്ങനെ നല്ല കളിയായിരുന്നു. യാമി ഇതൊക്കെ എൻജോയ് ചെയ്തു നന്നായിട്ട്. മറ്റേത് പിന്നെ പറയണ്ടല്ലോ, ഈ ഒരു പ്രായത്തിലൊരു കുട്ടിക്ക് എന്തായാലും അതൊരു കുറച്ച് ഓവറാണ്. ഇന്നലെ ഞാനൊന്ന് ആള് പോട്ടെ നിർത്തിട്ട് പിന്നെ എനിക്കെന്നെ വേണ്ടില്ലായിരുന്നു. ഞാൻ ആ ഹിന്ദിക്കാരൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഈ നിർത്താൻ പറ്റുമോ, കുട്ടീനെ ഇറക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പൊ അയാൾ പറഞ്ഞത് കഴിയാറായില്ല, ഇപ്പൊ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിതാ യാമീന്റെ കളി കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ്. അതിങ്ങനെ ഒരു ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പുഷപ്പ് ഇതുണ്ട്, എയറിന്റെ ഒരു ഇത്. അപ്പോൾ അവൾ അതിൽ ഇങ്ങനെ ആ ഒരു ഇത് നല്ല ഇഷ്ടമായി അവൾക്ക്. അപ്പോൾ യന്ത്രഊഞ്ഞാല് ലൈറ്റും അതൊക്കെ ആയിട്ട് നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് വൈബിനനുസരിച്ചല്ല കളി. യാമിന് കിളി പോയിണ്ടായിരുന്നു. പിന്നെ അവിടെ ചെറുതായിട്ട് ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കരോക്കെ. അപ്പൊ യാമി ഇതാ പാട്ട് കേട്ടാ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, ഡാൻസ് കളിച്ചു. അപ്പൊ ആരും നന്നായിട്ട് കളിച്ചെന്നൊക്കെ ചോദിച്ചപ്പോ വൈറ്റിട്ട കുട്ടി എന്ന് എല്ലാവരും പറയണ്ടായിരുന്നു. അത് യാമി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഇവര് സമ്മാനമൊക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ അവര് പറ്റിച്ചു കേട്ടോ. പിന്നെ അവര് നൈസായിട്ട് നൂരി. അങ്ങനെ ഇതാ ഞങ്ങള് പിന്നെ ഇവിടെ താഴേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ നോക്കുന്നത്. ഇതിലാണ് അവർ കയറിയത്.
ഏറ്റവും മേലെ മൂന്നാമത്തെ സ്റ്റെപ്പിലായിരുന്നു. പിന്നെ ഇതും ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ. അതിന് പിടിയൊന്നുമില്ല, ഡോറ് പോലെ ഇല്ല. പിന്നെ എങ്ങനെയാണ് നമ്മള് പിടിക്കണത് നിക്കണതൊക്കെ. ഇത് ഭയങ്കര കണ്ടോ, കിളിക്കൂട് പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കിളിക്കൂട് ആടും നമ്മള്. യാമിക്ക് ഇതില് കയറണം നാളെ പോയിട്ട് യാമി പറയണേ. അമ്മ ഇതില് പറഞ്ഞേ. പിന്നെ ഈ ഗെയിം ഉണ്ടായിരുന്നു, ഭയങ്കര ഉടായ്പ ഗെയിമാണ്. ഒരു ചട്ട, ഒരു സോപ്പ് ഇട്ടാണ് പാത്രം, ഒരു ഡപ്പ. പിന്നെ അച്ഛൻ കളിച്ചുകൊണ്ടിട്ട് പിന്നെ അടുത്ത് കെട്ടി. പിന്നെ നമ്മള് ആ സ്റ്റേഡിയത്തിന്റെ മേലേക്ക് ഇരുന്നു, ചുമ്മാ അവിടെ ഇരുന്നു. പിന്നെ അച്ഛൻ വന്നില്ലായിരുന്നല്ലോ, പിന്നെ അച്ഛനും ഏട്ടനൊക്കെ വന്നു. അത് ഞങ്ങള് അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഞങ്ങൾ മെല്ലെ ഇങ്ങനെ പോകുന്നു കേട്ടോ. എത്തുമ്പോഴത്തേക്ക് ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ട് വീട്ടില്. വീട് തൊട്ടടുത്താട്ടോ നല്ലൊരു സ്റ്റേഡിയത്തിന്റെ. അങ്ങനെ അത് അടിപൊളിയായിട്ട് കഴിഞ്ഞു.